അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വആലി കുല്ലി വസ്സഹാബത്തി അജ്മഈൻ അമ്മാ ബഅദ്. സ്നേഹം നിറഞ്ഞ സുന്നത്ത് ജമാഅത്തിൻ്റെ ക്ലാസുകൾ കേട്ടുകൊണ്ടിരിക്കുന്ന പഠിതാക്കളെ, ഇന്ന് താബിഅകളിൽ പ്രമുഖരായ ധാരാളം ഹദീസുകൾ മനഃപ്പാടമുള്ള ഹദീസ് പണ്ഡിതന്മാർക്കിടയിൽ വെള്ളി നക്ഷത്രമായി അറിയപ്പെടുന്ന മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹുവിനെ പരിചയപ്പെടുത്താം. ഹിജ്റ 30കളിലാണ് മഹാനവറുകൾ ജനിച്ചിട്ടുള്ളത്. സ്വഹാബി പ്രമുഖരായ ആയിഷ റളിയല്ലാഹു അൻഹ, അബൂ ഹുറൈറ, ഇബ്നു ഉമർ, ഇബ്നു അബ്ബാസ്, ജാബിർ റളിയല്ലാഹു അൻഹു ഇവരിൽ നിന്നെല്ലാം നേരിട്ട് പഠിക്കുകയും അത് തൻ്റെ കാലത്തുള്ളവർക്കും പിൽക്കാലത്തുള്ളവർക്കും പകർന്നു കൊടുക്കുകയും ചെയ്തവരാണ് മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു. മഹാനായ അബൂ ഹനീഫ ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇബ്നു ജുറൈജ്, സുഫിയാൻ ബിൻ ഉയൈന, സുഫിയാനു സൗരി റളിയല്ലാഹു അൻഹും തുടങ്ങിയ ധാരാളം പ്രഗത്ഭരായ താബിഅകളുടെയും തബഉ താബിഅകളുടെയൊക്കെ ഉസ്താദ് കൂടെയാണ് മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു. മഹാനവറുകളെ തൊട്ട് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹിൽ 18 ഹദീസുകളും ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു 32 ഹദീസും ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. മഹാനവറുകൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിനരികിൽ ചെന്നുകൊണ്ട് ഇസ്തിഗാസ നടത്തിയ സംഭവമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്നത്. അതിലൊരു സംഭവം ഇങ്ങനെയാണ്. മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹു അവിടുന്ന് കൂട്ടുകാരുമായി ഒരുമിച്ച് കൂടി ഇങ്ങനെ ഇരിക്കുന്ന സമയം എന്തെങ്കിലും ഒരു പ്രയാസം മഹാനവറുകൾക്ക് മനസ്സിൽ വന്നു കഴിഞ്ഞാൽ കുറച്ച് സമയം ഇങ്ങനെ മൗനിയായിട്ട് ഇരിക്കും. ശേഷം ആ ഒരു പ്രയാസം നീങ്ങാൻ മഹാനവറുകൾ അത്താണിയായി കാണുന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫാണ്. ശേഷം മഹാനവറുകൾ നബി തങ്ങളുടെ റൗളയിലേക്ക്, ഖബർ ഷരീഫിനരികിലേക്ക് ചൊല്ലും. എന്നിട്ട് അവിടുത്തെ കവിള് നബി തങ്ങളുടെ ഖബറിനോട് ചേർത്തി അല്പസമയം ഇങ്ങനെ വെക്കും. അങ്ങനെ ശമനം കിട്ടിക്കഴിഞ്ഞാൽ മഹാനവറുകൾ അവിടെ നിന്ന് തിരിച്ചു പോരും. ഇത് കണ്ടപ്പോൾ കൂട്ടുകാരൊരിക്കൽ ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്താണ് ഈ ചെയ്യുന്നത് എന്ന് ചോദിച്ചു. അപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഞാനിങ്ങനെയാണ്, എനിക്ക് പ്രയാസങ്ങൾ വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ ഞാൻ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിൽ ചെന്നുകൊണ്ട് ശമനവും ശാന്തിയും തേടാറുണ്ട്. എനിക്ക് എൻ്റെ എല്ലാ പ്രയാസങ്ങളും നീങ്ങി കിട്ടാറുമുണ്ട് എന്നായിരുന്നു അവിടുന്ന് മറുപടി കൊടുത്തത്. നോക്കൂ നിങ്ങൾ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പ്രയാസങ്ങൾക്ക് ശമനമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ട് അവിടുത്തെ ഹളറത്തിലേക്ക് ചെല്ലുന്നു. ഈ സംഭവം വഹാബികൾക്ക് പോലും സ്വീകാര്യനായ ഹാഫിദ് ദഹബി അദ്ദേഹത്തിൻ്റെ സിയറു അഅ്ലാമിൻ നുബലായിൽ കൊണ്ടുവരുന്നതും നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ ധാരാളം കിതാബുകളിലും ഈ സംഭവമുണ്ട്. മറ്റൊരു സംഭവം കൂടെ പറയാം. ഹിജ്റ 281 ജീവിച്ച വലിയ മുഹദ്ദിസ് ഹാഫിദ് ഇബ്നു അബിദ്ദുന്യ അവിടുത്തെ മുജാബുദ് ദഅവ എന്ന് പറയുന്ന ഒരു കിതാബിൽ ഉദ്ധരിക്കുന്ന സംഭവമാണിത്. സംഭവം ഇങ്ങനെയാണ്. മഹാനായ മുഹമ്മദ് ബിൻ മുൻകദിർ റളിയല്ലാഹു അൻഹുവിൻ്റെ മകൻ മുൻകദിർ ബിൻ മുഹമ്മദ് എന്നവരാണ് ഇത് ഉദ്ധരിക്കുന്നത്. മഹാനവറുകൾ പറയുകയാണ്, അന്ന റജുലൻ മിൻ അഹ്ലിൽ യമൻ ഔദഅ അബാഹു 80 ദീനാറൻ. യമനുകാരിൽപ്പെട്ട ഒരാൾ ഒരിക്കൽ എൻ്റെ ഉപ്പയുടെ അരികിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് 80 ദിനാർ സൂക്ഷിക്കാൻ ഏൽപ്പിക്കുന്നുണ്ട്. അദ്ദേഹം യുദ്ധത്തിന് വേണ്ടി പോവുകയാണ്. പോകുന്ന സമയത്ത് പറഞ്ഞു, ഞാൻ തിരിച്ചു വരുന്ന സമയത്ത് ഈ 80 ദിനാർ എനിക്ക് തന്നാൽ മതി, നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് ഇത് ചെലവഴിക്കാം എന്നും പറഞ്ഞ് ആ 80 ദിനാർ അവിടെ എൻ്റെ ഉപ്പയെ ഏൽപ്പിച്ച് പോവുകയാണ്. അങ്ങനെ ആ വർഷം മദീനയിൽ വല്ലാത്ത ക്ഷാമവും വരൾച്ചയും ഭക്ഷണമില്ലാത്ത അവസ്ഥയും എല്ലാം വന്നു. ആ സമയത്ത് എൻ്റെ ഉപ്പ അദ്ദേഹം സൂക്ഷിക്കാൻ ഏൽപ്പിച്ച് തന്ന ഈ 80 ദിനാർ എടുത്ത് ചെലവഴിക്കുന്നുണ്ട്. അങ്ങനെ കുറച്ച് കാലം കഴിഞ്ഞപ്പോഴാണ് ഈ യമൻകാരൻ്റെ തിരിച്ചുവരവ്. വന്നിട്ട് ചോദിച്ചു, എൻ്റെ 80 ദിനാർ എനിക്ക് തിരിച്ചു നൽകണം.
ആ സമയത്ത് എൻ്റെ ഉപ്പൻ്റെ കയ്യിൽ അത് തിരിച്ചു കൊടുക്കാനില്ല. അദ്ദേഹത്തോട് നിങ്ങൾ നാളെ വരൂ എന്ന് പറഞ്ഞു. എൻ്റെ ഉപ്പ നേരെ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിനരികിൽ ചെന്നു. വസാബ ഫിൽ മസ്ജിദി മുതലവ്വിദൻ ബിഖബരി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ മറത്തൻ വമിൻബരിഹി മറത്തൻ ഹത്താ ഖാദ യുസ്ബിഹു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിൻ്റെയും അവിടുത്തെ മിമ്പറിൻ്റെയും ഇടയിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സുബ്ഹിയാകുന്നത് വരെ നടന്ന് നബി തങ്ങളോട് ഇങ്ങനെ വേവലാതി പറയുകയും സഹായം തേടുകയും ഇങ്ങനെ ചെയ്തുകൊണ്ടിരുന്നു. അങ്ങനെ സുബ്ഹിയോടടുത്ത സമയം അതാ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബർ ഷരീഫിനരികിൽ നിന്ന് വരികയാണ്. കൈനീട്ടാൻ ആവശ്യപ്പെട്ടു. കൈനീട്ടിക്കൊടുത്തപ്പോൾ എൻ്റെ ഉപ്പയുടെ കയ്യിൽ ഒരു സഞ്ചി അവിടുന്ന് വെച്ചു കൊടുത്തു. ആ സഞ്ചിയിൽ 80 ദിനാർ ഉണ്ടായിരുന്നു. അങ്ങനെ നേരം വെളുത്തപ്പോൾ ആ യമനിക്കാരൻ തിരിച്ചു വരുന്നുണ്ട്. ഈ 80 ദിനാർ അദ്ദേഹത്തെ ഏൽപ്പിക്കുകയും ചെയ്തു. നോക്കൂ നിങ്ങൾ, 80 ദിനാർ കടം വീട്ടാൻ വേണ്ടി മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഖബറിനരികിൽ ചെന്ന് ഇസ്തിഗാസ നടത്തുകയാണ് മഹാനായ മുഹമ്മദ് ബിൻ മുൻകദ് റളിയല്ലാഹു അൻഹു. കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടവർക്ക് ഇതിൽ കൂടുതൽ എന്ത് തെളിവാണ് വേണ്ടത്? ഈ സംഭവം മഹാനായ ഇബ്നു അസാക്കിർ തങ്ങൾ താരിഖു ദിമഷ്കിലും ഹാഫിള് സുംഹൂദി റളിയല്ലാഹു അൻഹു അവിടുത്തെ വഫാഉൽ വഫയിലുമെല്ലാം ഉദ്ധരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന് ശേഷം അവിടുത്തോട് സഹായം ചോദിക്കൽ ശിർക്കാണെന്ന് നാഴികക്ക് 40 വട്ടം പറഞ്ഞു നടക്കുന്ന പുത്തൻ പ്രസ്ഥാനക്കാർ. ഇത്തരം സംഭവങ്ങളിലേക്കൊന്ന് കണ്ണോടിക്കുന്നത് നല്ലതായിരിക്കും. ഇനി അതില്ലെങ്കിലും പ്രമാണങ്ങൾ മനസ്സിലാക്കുന്ന ആളുകൾക്ക് ഇത് തന്നെ ധാരാളമാണ് എന്നോർമ്മപ്പെടുത്തിക്കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല താബിഈങ്ങൾ കാണിച്ചു തന്നതുപോലെ ആ സുന്നത്ത് ജമാഅത്ത് എന്ന ആ പാതയിൽ അടിയുറച്ചു നിൽക്കാൻ നമുക്കൊക്കെ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് അവസാനിപ്പിക്കുന്നു. വ ആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.